English previous question number 1 change into passive voice അതായത് പാസീവ് വോയിസിലോട്ടൊക്കെ ഓപ്പൺ ദ വിൻഡോ ആൻസർ ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. അത് ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുന്ന ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. അത് ആജ്ഞ, അപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം തുടങ്ങിയവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലോട്ടാക്കുന്ന ഫോർമാറ്റ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോമാണ്. ഇവിടെ ഇമ്പരറ്റീവ് സെൻറ്റൻസ് അപ്പോൾ ആൻസർ വരുന്നത് ലെറ്റ് പ്ലസ് ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവരി വൺ ഈസ് എക്സൈറ്റഡ് ഡാഷ്. ആൻസർ വരുന്നത് ദേ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ നോ വൺ, നോബഡി, എനിബഡി, സംബഡി, എവരിബഡി, നെയ്തർ, എയ്തർ എന്നിവയിൽ ആരംഭിക്കുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ദേ എന്ന പ്രോനൗൺ ഉപയോഗിക്കണം. സെൻറ്റൻസ് ഓക്സിലറി വെർബ് സിംഗുലറോ പ്ലൂറലോ ഏത് തന്നെ ആയാലും ടാഗിൽ ദേയോടൊപ്പം എപ്പോഴും പ്ലൂറൽ ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. സെൻറ്റൻസിലെ ഓക്സിലറി വെർബ് ഹാസ് ആയാൽ അവിടെ നമ്മൾ ഹാവ് ഉപയോഗിക്കണം. ഈസ് ആണെങ്കിൽ ആർ ഉപയോഗിക്കണം. വാസ് ആണെങ്കിൽ വേറെ. ഡസ് ആണെങ്കിൽ ഡൂ ആയിരിക്കണം ദേയോടൊപ്പം ടാഗിൽ ഉപയോഗിക്കേണ്ടത്. ഓക്സിലറി വെർബായി വരുന്നത് ഡിഡ്, ഹാഡ് എന്നിവ വന്നാൽ അവയോടൊപ്പം ഡിഡ്, ഹാഡ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എവരി വൺ വന്നതുകൊണ്ട് ദേ ആണ് ഉപയോഗിക്കുന്നത്. ദേയോടൊപ്പം എപ്പോഴും ഈസ് ആണെങ്കിൽ ആർ ഉപയോഗിക്കണം. അതേകൂട്ട് വാസ് ആണെങ്കിൽ വേർ ഉപയോഗിക്കണം. ഡസ് ആണെങ്കിൽ ഡു ഉപയോഗിക്കണം. അതേകൂട്ട് തന്നെ ഡിഡും ഹാർഡും വന്നാൽ അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈസാണ് വന്നിരിക്കുന്നത്. ഈസിന് പകരം നമ്മൾ ആർ ഉപയോഗിക്കുക. അപ്പോൾ ആറ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ഉപയോഗിക്കണം. ദേ എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. കറക്റ്റായിട്ടുള്ളത് LD ക്ലർക്ക് എന്നാണ് ശരിയായിട്ടുള്ളത് ഉത്തരം. എൽ എന്ന് പറയുമ്പോൾ എ ആണ് അവിടെ. അപ്പം വവൽ സൗണ്ടാണ് വരേണ്ടത്. അപ്പോൾ ആൻസർ LD ക്ലർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോ സൂണർ ഹാഡ് he written his first novel that he started the next. ആൻസർ ഇവിടെ വരുന്നത് then ആണ് വരുന്നത്. അതായത് നോ സൂണറിനു ശേഷം then ഉപയോഗിക്കുന്നു. നോ സൂണറിനു ശേഷം വരുന്ന ഓക്സിലറി വെർബ് ഡിഡ്, ഹാഡ്, ദെന്നിന് ശേഷം വെർബിൻ്റെ V2 ഫോമും ആയിരിക്കും. അതായത് ഇവിടെ നോ സൂണറിന് ശേഷം എപ്പോഴും ദാനാണ് ഉപയോഗിക്കുന്നത്. THAN ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ചേഞ്ച് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇതിൻ്റെ ആൻസർ വരുന്നത് ദ മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത്സ് എന്നിവ എല്ലായ്പ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ തുടരും. ടെൻസിൽ മാറ്റം വരുത്താതെ തന്നെ സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ജനറൽ ട്രൂത്താണ്. യൂണിവേഴ്സൽ ട്രൂത്തിനോടൊപ്പം ജനറൽ ട്രൂത്തിനോടൊപ്പം എല്ലായ്പ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തുടരണം. അതേകൂട്ട് തന്നെ പ്രോവർബ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ മാറ്റം വരുത്താതെ എഴുതുമ്പോൾ ദ മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ യൂസ് ദ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ. ഇവിടെ ആൻസർ വരുന്നത് ആണ്. അതായത് കാറ്, ഓട്ടോ, ടാക്സി എന്നിവയുടെ പേരിന് മുമ്പിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നാൽ ഉപയോഗിക്കുന്നത്. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഹിസ്, ഹെർ, മൈ, ദെയർ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ അവയോടൊപ്പം ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. ഇവിടെ എന്ന് വെച്ചാൽ അതിന് എക്സ്ക്ലമേഷൻ മാർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ആൻസർ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നാണ്. ഒരു വ്യക്തിയെ പെട്ടെന്നുണ്ടായ ഭാവപ്രകടനങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നവയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. വാട്ട് എ ലവ്ലി സൈറ്റ്, ഹൈ ഇൻ്റലിജൻറ്റ് ഐ ആം ഇവയൊക്കെ എന്ന് പറയുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ്.
ഇവിടെ ആൻസർ വരുന്നത് ഈസാണ്. അതായത് ബാഗേജ്, ലഗേജ്, ന്യൂസ്, ഇൻഫർമേഷൻ, ഫർണിച്ചർ, ഫുഡ്, ക്ലോത്തിങ്, സീനറി, ക്രോക്കറി, കട്ട്ലറി, പോയട്രി, വാട്ടർ, സ്റ്റേഷനറി, എക്യുപ്മെൻറ്റ്സ്. ഇവയ്ക്ക് ശേഷം സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബാഗേജ്, ലഗേജ്, ന്യൂസ്, ഇൻഫർമേഷൻ, ഫർണിച്ചർ, ഫുഡ്, ക്ലോത്തിങ്, സീനറി, ക്രോക്കറി, കട്ട്ലറി, പോയട്രി, വാട്ടർ, സ്റ്റേഷനറി, എക്യുപ്മെൻറ്റ്, ഫുഡ്വെയർ, മിഷനറി. ഇവയോടൊപ്പം സിംഗുലർ വെർബ് ഉപയോഗിക്കാം. അപ്പോൾ ഫർണിച്ചറിനോടൊപ്പം സിംഗുലർ വെർബായ ആൻസർ വരുന്നത് ഈസാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഇവിടെ ആൻസർ വരുന്നത് യൂസ്ഡ് എന്നാണ് അർത്ഥം. യൂസ്ഡ് എന്നാണ് ആൻസർ വരുന്നത്. അതായത് പതിവായിരുന്നു എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാനാണ് യൂസ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. അതായത് പതിവായി ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന യൂസ് ടു ആണ്. അതേ കൂട്ട് തന്നെ ഓട്ടു ഉണ്ട്. അതായത് ഐഡിയൽ, ഏറ്റവും അനുയോജ്യമായത് ആയ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ നമ്മൾ ഓട്ടു ഉപയോഗിക്കുന്നു. ഒരു കാര്യം സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ടെങ്കിൽ അതിനെ കാണിക്കാണ് ഓട്ടു ഉപയോഗിക്കുന്നത്. ദേ ഓട്ട് ടു ഹാവ് മോർ ബെഞ്ച് ഇൻ ദ പാർക്ക്. അതായത് ഒരു കാര്യം സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഓട്ടു യൂസ് ചെയ്യുന്നത്. പതിവായിരുന്നു എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് യൂസ് ടു. നീഡുണ്ട്, ആവശ്യം, കടപ്പാട് എന്നിവയെ സൂചിപ്പിക്കാൻ നീഡ് ഉപയോഗിക്കും. സാധാരണ ഒരു നെഗറ്റീവ് ആശയം സൂചിപ്പിക്കാൻ നീഡ് ഉപയോഗിക്കുന്നത്. യു നീഡ് ടു കം. നീഡിന് പാസ്റ്റ് രൂപം ഇല്ലാത്തതിനാൽ പകരം ഡിഡിൻറ്റ് നീഡ് ടു അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഹാവ് ടു ഇവ ഉപയോഗിക്കുന്നു. ഡെയർ എന്ന് പറയുന്നത് ധൈര്യത്തെ സൂചിപ്പിക്കാനാണ് ഡെയർ യൂസ് ചെയ്യുന്നത്. ഹി ഡെയർ നോട്ട് ഡു സച്ച് തിങ്. അപ്പം യൂസ് ടു എന്ന് വെച്ചാൽ പതിവായിരുന്നു എന്ന് പറയുവാനും ഓട്ട് ടു എന്ന് വെച്ചാൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ടെങ്കിൽ ഓട്ട് ടു. നീഡ് എന്ന് വെച്ചാൽ ആവശ്യം, കടപ്പാട് എന്നിവ സൂചിപ്പിക്കാൻ നീഡും. ഡെയർ എന്ന് പറയുന്നത് ധൈര്യത്തെ സൂചിപ്പിക്കാൻ ഡെയറും യൂസ് ചെയ്യുന്നത്. ഐ ഡിസ്ലൈക്ക് ഡാഷ് TV. ഇവിടെ ആൻസർ വരുന്നതെന്ന് വെച്ചാൽ വാച്ചാണ് ആൻസർ വരുന്നത്. വാച്ചിങ്, അതായത് വാച്ചിങ് ആണ് ആൻസർ വരുന്നത്. ഐ ഡിസ്ലൈക്ക് ഡാഷ് TV എന്ന് വെച്ചാൽ ആൻസർ വാച്ചിങ്. അക്നോളജ്ഡ്, അവോയ്ഡഡ്, ഡിനൈഡ്, ഡിസ്ലൈക്ക്, ലൈക്ക്, എൻജോയ്, ഫിനിഷ്ഡ്, ഹെൽപ്പ്, മൈൻഡ്, സജസ്റ്റ്, ഒബ്ജക്റ്റ് ടു, ഇൻസിസ്റ്റ് ഓൺ, സ്റ്റോപ്പ്. ഈ വാക്കുകൾക്ക് ശേഷം വെർബിൻ്റെ ING ഫോം ഉപയോഗിക്കണം. അടുത്ത് നമുക്ക് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. ഇവിടുത്തെ ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് വിശ്വസ്തനാണ്. ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് വിശ്വസ്തൻ. അസ്ഥി കൂടമുണ്ട്. അസ്ഥി തായല്ല വരുന്നത്. അസ്ഥി എന്ന് പറയുന്നതാണ് ശരി, അസ്ഥികൂടം. അതേകൂട്ട് അസ്ഥിവാരം തായാണ് വരുന്നത്. അസ്ഥിവാരം. അസ്ഥിത്വം എന്ന് പറയുന്ന ആ തീ തന്നെയാണ് വരുന്നത്. അങ്ങനെയല്ല, അങ്ങനെയാണ്. എങ്ങനെ. ഇനി അടുത്തത് കാട് പര്യായ ശബ്ദം കണ്ടെത്തുക. കാടിൻ്റെ പര്യായ ശബ്ദമാണ് അടവി എന്ന് പറയുന്നത്. വനത്തിന് കാനനമുണ്ട്, അടവിയുണ്ട്, ആരണ്യമുണ്ട്, ഗഹനമുണ്ട്, കാടുണ്ട്. ഇത്രയും വനത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഡിക്രി എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ വിധി എന്നാണ്. ഡിക്രി എന്ന് വെച്ചാൽ വിധി എന്നാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം എന്നാണ് പറയുന്നത്. പിരിച്ചെഴുത്തിന് അധികം അർത്ഥമാണ് നിരർത്ഥം എന്ന് പറയുന്നത്. ബഹുവചന ശബ്ദം കണ്ടെത്തുക. ബഹുവചന ശബ്ദം എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് ബഹുവചന ശബ്ദം എന്ന് പറയുന്നത്. പുല്ലിംഗ ശബ്ദം മഹാൻ എന്ന് പറയുന്നതാണ് പുല്ലിംഗ ശബ്ദം. ആരോഹണത്തിൻ്റെ വിപരീതം അവരോഹണമാണ്. ചേർത്തെഴുതുക. മഹത് അധികം ചരിതം മഹത് ചരിതമാണ്. സമാന പദം കണ്ടെത്തുക. ധരണി എന്ന് വെച്ചാൽ ഭൂമി എന്നാണ്.